ശ്രീമതി ടി ബിബിനി, വളരെ രൂക്ഷമായ വിമർശനം സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. SIT-യിലേക്ക് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുന്നു. ഇനി എന്താകും? നീതി കൃത്യമായി നടപ്പിലാക്കപ്പെടും എന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടിയിരുന്നത്. അപ്പോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ, നിയമത്തിൽ നമ്മൾക്ക് ഇങ്ങനെ മറച്ചു വെച്ച് നമുക്ക് അധികകാലം പോകാൻ സാധിക്കില്ല. നമ്മള് തൽക്കാലമായിട്ട് അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചാൽ അധികകാലം അതിന് പൊതുവാൻ പറ്റില്ല. കാരണം അതിന് നിയമപരമായിട്ടുള്ള എക്സിക്യൂട്ട് ഇല്ല. ഒരു സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇത്തരം ക്രൈം നടന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് സർക്കാർ നടപടിയെടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ബെഞ്ചാണ് നമ്മൾക്ക് ഹൈക്കോടതിയിൽ ഇത് കേൾക്കാൻ വേണ്ടി കിട്ടിയത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതിന് യാതൊരു പ്രിജുഡൈസും ഇല്ലാതെ കോടതി അത് നോക്കാൻ പോലും തയ്യാറായില്ലല്ലോ. കോടതി നേരെ SIT-ക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ കേരളം ആഗ്രഹിച്ച, നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്രൈംസിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അവർക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അവർക്ക് വിക്ടിമിനെ രഹസ്യമായി കണ്ട് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാം. അതിന് സ്റ്റേറ്റ്മെന്റുകൾ എടുക്കാം, കേസ് എടുക്കാം, അന്വേഷണം നടത്താം, കൾപ്രിറ്റിനെ ശിക്ഷിക്കുകയും ചെയ്യാം. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. അത് കോടതിയുടെ മേൽനോട്ട് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. ശരി, വളരെ നന്ദി ടി ബിബിനി പ്രതികരണം അറിയിച്ചതിന്.